ശരി. ഒരു പേഷ്യന്റ് ഉണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. ഇരിക്കും. ഡോക്ടറെ, എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടറോട് സംസാരിക്കാനാണ്. വളരെ സീരിയസ് ആണെങ്കിൽ അതിന് പരിഹാരം കാണേണ്ട ICUലാണ്. നമുക്ക് ICUലോട്ട് പോവാം. അത്രയ്ക്ക് സീരിയസ് അല്ല ഡോക്ടറെ. ഞാനേ ഉച്ചത്തിലാ സംസാരിക്കുന്നത്, മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ലെന്നാ പറയും. താങ്കൾ എന്താ പറഞ്ഞത്? എനിക്ക് കേൾക്കാൻ വയ്യ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഓ, അപ്പൊ കുഴപ്പം എനിക്ക് തന്നെ. അത് പോട്ടോ ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പ്രതികരിക്കും. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഡോക്ടർ? ആരെന്ത് പറഞ്ഞാലും പ്രതികരിക്കരുത്. സുഹൃത്ത് ചൂടായാലോ 10 വരെ എണ്ണണം, അപ്പോ ദേഷ്യം അങ്ങ് മാറിക്കോളും. ശത്രുക്കൾ ചൂടായാലോ 50 വരെ എണ്ണണം, അപ്പോ ദേഷ്യം മാറിക്കോളും. അപ്പം ഭാര്യ ചൂടായാലോ ഡോക്ടറെ? നിർത്താൻ മനസ്സിലായോ? ഭാര്യ തണുക്കുന്ന വരെ എണ്ണണം. ഇനി പ്രശ്നം വല്ലതും ഉണ്ടോ? മറ്റൊരു പ്രശ്നമുണ്ട് ഡോക്ടറെ. രാത്രി പ്രേതങ്ങളെ സ്വപ്നം കാണാറുണ്ട്. എനിക്ക് പ്രേതങ്ങളെ ഭയങ്കര പേടിയാ ഡോക്ടറെ. കല്യാണം കഴിച്ചെന്നല്ലേ പറഞ്ഞത്? ഭാര്യ അടുത്തല്ലേ കിടക്കുന്നത്. അപ്പൊ ഈ ഭയം തോന്നുമ്പോ ഭാര്യയുടെ കൈ പിടിച്ച് ഭാര്യയുടെ മുഖത്ത് നോക്കി അങ്ങ് കിടന്നു കഴിഞ്ഞാൽ ഭാര്യ ആ ഭയം മാറുകയും ചെയ്യും. ഇതിലും നല്ലതേ ഞാൻ പ്രേതത്തിനെ സ്വപ്നം കണ്ട കിടന്നോളാം. എൻ്റെ പേര് ഗോപി. ഇതെന്റെ ചേട്ടനാണ്. കുറച്ച് നാളായിട്ട് ഗൾഫിലായിരുന്നു. ഇപ്പൊ 4 വർഷമായിട്ട് നാട്ടിലുണ്ട്. നാട്ടിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. ഇപ്പൊ എന്താ പ്രശ്നം? അദ്ദേഹത്തിന് എപ്പോഴും ആലോചനയാണ്, ഉറക്കമില്ല, എല്ലാരെയും സംശയമാണ്. എന്താ പേര്? പേരിലുള്ള കാര്യമുണ്ടോ ഡോക്ടറെ? രാമൻകുട്ടി എന്നാണ് പേര്. രാമൻകുട്ടി പറഞ്ഞതാണ് ശരി. പേരിൽ എന്താ അർത്ഥം ഇരിക്കുന്നു? വിവാഹിതനാണോ? അവളും പിള്ളേരും അവളുടെ വീട്ടിലാണ്. ചേട്ടൻ എൻ്റെ കൂടെയാണ്. എപ്പോഴും ഒന്ന് സംശയമാണ്. എത്ര വയസ്സായി? വയസ്സിൽ എന്താ കാര്യം ഇരിക്കുന്നത്? ചേട്ടൻ എപ്പോഴും ആലോചനയിലാണ്. മിസ്റ്റർ രാമൻകുട്ടി, താങ്കൾ എപ്പോഴും ആലോചിക്കാൻ തോന്നുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ടോ? തോന്നുമ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കുന്നതാണ് നല്ലത്. ശരിയല്ലേ രാമൻകുട്ടി? ആണെന്നാണല്ലോ തോന്നുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പോൾ രാമൻകുട്ടിക്ക് മനസ്സിലാവും ആലോചിക്കണമോ ഇല്ലയോ എന്ന്. ആലോചിച്ചു നോക്കുമ്പോ ഡോക്ടർ പറഞ്ഞാൽ ശരി. ശരിയല്ലേടാ? രാമൻകുട്ടി പുസ്തകം വായിക്കാറുണ്ടോ? വായിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ആരുടെ പുസ്തകമാണ് പ്രധാനമായിട്ട് വായിക്കുന്നത്? ശ്രീബുദ്ധന്റെ പുസ്തകമാണ്. ശരി. ശ്രീബുദ്ധനെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആഗ്രഹങ്ങളാണ്. വളരെ ശരിയാണ്. എന്നാൽ ആഗ്രഹത്തിന്റെ കാരണം എന്താണെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടില്ല. അതെന്താ ഡോക്ടറെ പറയാത്തത്? അത് ശ്രീബുദ്ധന്റെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ അതിനുള്ള മറുപടി കിട്ടും. ചേട്ടൻ എല്ലാത്തിനും ഒന്ന് സംശയം. രാമൻകുട്ടിയുടെ പ്രധാന സംശയം എന്താ? എന്റെ പ്രധാന സംശയം, കോഴി മുട്ടയിടാതെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാ ഓംലെറ്റ് അടിക്കുന്നത്? ചേട്ടന് ഓംലെറ്റ് വളരെ ഇഷ്ടമാ. രാമൻകുട്ടി, ഇപ്പോൾ നമ്മൾ ഓംലെറ്റ് കഴിക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ അടുത്ത കാലത്ത് കാഴ്ച ബംഗ്ലാവിൽ പോയി മുള്ളം പന്നിയെ കണ്ടു. എങ്ങനെ ഡോക്ടറെ ഈ മുള്ളം പന്നി ഇണചേരുന്നത്? മുള്ളം പന്നിയുടെ കാര്യമൊക്കെ അവര് നോക്കിക്കോളും. എന്നാ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വർണം എല്ലാം പണയം വെച്ചിട്ടു. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ഞാൻ തിരിച്ചു വന്നു. 4 ലക്ഷവും അതിന്റെ പലിശയും കൊടുത്ത് ഞാൻ ഭാര്യയുടെ സ്വർണം എല്ലാം തിരിച്ചു വാങ്ങി. ഞാൻ പഴയതിനെ റെഡിയായി. എന്തിനാ ഡോക്ടറെ ഞാൻ ഈ 4 വർഷം ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടത്? ഇവിടെ കടന്ന് നിന്നാ പോരായിരുന്നോ? അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കട്ടെ. ഇനി മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടറെ, എനിക്ക് കുളിക്കാൻ 10 മിനിറ്റ് മതി. കുളിക്കണോ എന്ന് തീരുമാനിക്കാൻ 2 മണിക്കൂർ ആലോചിക്കണം. അത് നല്ലതാ. അപ്പൊ പിന്നെ മറ്റൊന്നും ആലോചിക്കണ്ടല്ലോ. രാമൻകുട്ടിയുടെ മുഖത്ത് ഇത് പറ്റി? ഞാൻ റോഡിലൂടെ നടന്നു പോവുക. അപ്പോൾ റോഡ് പൊങ്ങി വന്നെ മുഖത്തങ്ങ്. റോഡ് വന്ന് മുഖത്തടിച്ചെന്നോ?
വെള്ളം അടിച്ച് റോഡ് കയറായിരിക്കും. കൂടിയുന്നവരൊക്കെ അങ്ങനെ പറയുന്നത്. തൽക്കാലം ഈ മരുന്ന് കഴിച്ചാൽ മതി. ഞാൻ നോക്കിയിട്ട് രാമൻകുട്ടിക്ക് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റോഡിൽ കൂടെ നടക്കുമ്പോഴേ റോഡ് വന്ന് മുഖത്തടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.